ഹലോ ഫ്രണ്ട്സ്, ഇനി കണക്ക് പരീക്ഷയ്ക്ക് വെറും 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങളിലെ മാത്സ് ഓണ പരീക്ഷാ പേപ്പറുകൾ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഒരു 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓരോ പാഠങ്ങളിൽ നിന്നും 3ഉം 4ഉം തവണ റിപ്പീറ്റഡ് ആയി വന്ന ആ 10 ചോദ്യങ്ങൾ 99% ഈ വർഷം ഓണപരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓരോ പാഠങ്ങളിൽ നിന്നും 2 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ. ഈ 5 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 14, 23, 32 എക്സെട്ര. ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 14, 23, 32 എക്സെട്ര. ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. ആദ്യത്തെ ചോദ്യം എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്തിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം ഏതാണ്? 23. ഫസ്റ്റ് ടേം ആദ്യ പദം 14. 23ൽ നിന്നും 14 പോയാൽ എത്രയാണ്? 9. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 9 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 15ാം പദം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ n-ാം പദം അല്ലെങ്കിൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതിൽ f എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആദ്യ പദമാണ്. n എന്ന് പറയുന്നത് നമുക്ക് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. ഇവിടെ 15ാമത്തെ പദമാണ് കാണേണ്ടത്. അതുകൊണ്ട് നമുക്ക് n 15 ആണ് നമ്മൾ എടുക്കുക. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അത് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th ടേം അഥവാ 15ാം പദം ഈക്വൽ ടു എഫിന്റെ സ്ഥാനത്ത് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? എഫ് ഇവിടെ ആദ്യത്തെ പദം 14 ആണ്. പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് 15 മൈനസ് 1 ഗുണിക്കണം d. കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം 9 ഈക്വൽ ടു 14 അതുപോലെ എഴുതുന്നു. 15ൽ നിന്നും 1 പോയാൽ എത്രയാ? 14 ഗുണിക്കണം 9. ഇനി 14 ഗുണിക്കണം 9 എത്രയാണ്? 14 പ്ലസ് 14 ഗുണിക്കണം 9 126. 14ഉം 126ഉം കൂട്ടിക്കഴിഞ്ഞാൽ 140. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 15th ടേം അഥവാ 15ാമത്തെ പദം എത്രയാണ്? 140 ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൾജിബ്രൈക് ഫോം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ. ഇതിലെ d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് നമ്മൾ n-ന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കില്ല. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഇനി നമുക്ക് ജസ്റ്റ് വാല്യൂസുകളൊക്കെ ഇട്ട് കൊടുക്കാം. d-ന്റെ സ്ഥാനത്ത് 9 എന്ന് എഴുതി, n അതുപോലെ എടുത്ത് എഴുതുന്നു. f എത്രയാണ്? ഫസ്റ്റ് ടേം ആദ്യ പദം 14 ആണ്. മൈനസ് d എത്രയാണ്? 9 ഈക്വൽ ടു 9n പ്ലസ് 14ൽ നിന്ന് 9 പോയാൽ 5. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 9n പ്ലസ് 5 ആണ്. 9n പ്ലസ് 5 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദി സീക്വൻസ്. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു ടേം അഥവാ ഒരു പദമാണ് 230 എന്നത്. ഈ 230 എത്രാമത്തെ പദമാണ് എന്നാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ nth ടേം അല്ലെങ്കിൽ ഒരു n-ാം പദമാണ് 230. ഓക്കെ, ഈ n-ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അസ്യൂം ചെയ്തു ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ nth ടേം അല്ലെങ്കിൽ n-ാം പദമാണ് 230 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 230. എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം ആദ്യ പദം 14
n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n അതുപോലെ എഴുതുന്നു. n-1 ഇൻറ്റു ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്, അഥവാ പൊതുവ്യത്യാസം 9 ആണ്, ഈക്വൽ ടു 230. ഈ ഒരു ഇക്വേഷനിൽ നിന്നും എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 230 എത്രാമത്തെ പദമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും എങ്ങനെയാണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം. 14 പ്ലസ് n-1 ഇൻറ്റു 9. ആദ്യം തന്നെ 9നെ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഗുണിക്കണം. 9 ഗുണിക്കണം n എന്ത് വരും? 9n. 9 ഗുണിക്കണം -1 എന്ത് വരും? -9 ഈക്വൽ ടു 230. ഇനി 14ൽ നിന്നും 9 പോയാൽ 14 - 9 എന്താണ്? 5 ആണ്. അപ്പൊ 9n പ്ലസ് 5 ഈക്വൽ ടു 230. നമുക്ക് എന്നിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ 9n മാത്രം ഇവിടെ നിർത്തുന്നു. ഈ പ്ലസ് 5 ആ സൈഡിലേക്ക് പോയാൽ എന്ത് വരും? 230 പ്ലസ് 5 ഈ സൈഡിലേക്ക് വന്നാൽ -5. 9n ഈക്വൽ ടു 230ൽ നിന്നും 5 പോയാൽ 225. ഇനി നമുക്ക് 9നെയും ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. n ഈക്വൽ ടു ഇവിടെ 9 ഗുണനമായിട്ടാണ് നിൽക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഓപ്പോസിറ്റ് ആവും, അതായത് ഹരണം. 225 ഹരിക്കണം 9. 225 ഹരിക്കണം 9 എത്രയാണ്? 225 ഹരിക്കണം 9. 2ൽ 9 ഉണ്ടോ? ഇല്ല. 22ൽ എത്ര 9 ഉണ്ട്? 2. 2 ഗുണിക്കണം 9 18. 22ൽ നിന്നും 18 പോയാൽ 4. 5 ഇറക്കി എഴുതുന്നു. 45ൽ എത്ര 9 ഉണ്ട്? 5. 5 ഗുണിക്കണം 9 45. 45ൽ നിന്നും 45 പോയാൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 225 ഹരിക്കണം 9 എത്രയാണ്? 25. അതായത് നമുക്ക് എന്ത് കിട്ടി? നമ്മളിവിടെ തുടങ്ങിയത് nth ടേം ആണ് 230 എന്ന് പറഞ്ഞാണ്. n നമുക്ക് കിട്ടി 25 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 25th ടേം ആണ് 230 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 25ാമത്തെ പദമാണ് 230. ഓക്കെ, ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കാം. The 7th term of an arithmetic sequence is 48 and its 13th term is 66. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 7th ടേം അഥവാ 7ാം പദം 48 ആണ്. അതുപോലെ 13th ടേം 13ാം പദം 66 ആണെന്നും തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 2 ടേംസ് അഥവാ 2 പദങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ABCD എന്ന് പറയുന്ന 4ഓ 5ഓ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം? ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഒരു 4ഓ 5ഓ ക്വസ്റ്റ്യൻസ് എത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഈസി ആയിട്ട് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ടേമുകളാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ്, പദവ്യത്യാസം, ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. അതായത് ഇവിടുത്തെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ് ടേമുകൾ, പദങ്ങൾ 66ഉം 48ഉം. അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 66 മൈനസ് 48 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് ഈ 2 ടേമുകളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 66ന്റെ പൊസിഷൻ വേണം ഇവിടെ നേരെ അടിയിലായിട്ട് എഴുതാൻ. 66ന്റെ പൊസിഷൻ എത്രയാ? 13 മൈനസ് 48ന്റെ പൊസിഷൻ 7. ഇനി 66ൽ നിന്നും 48 പോയാൽ എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 13ൽ നിന്നും 7 പോയാൽ 6. 18 ഹരിക്കണം 6 എത്ര വന്നു? 3. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണെന്ന് കിട്ടി.
ഇനി അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. അതിനായിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുന്നു. ഞാൻ ഇവിടെ 7th ടേം ആണ് എടുക്കുന്നത്, 7ാമത്തെ പദമാണ് എടുക്കുന്നത്. 7th ടേം എത്രയാണ്? 48. ഇനി nth ടേമിന്റെ ഇക്വേഷൻ നമുക്കറിയാം, അഥവാ n-ാം പദത്തിന്റെ ഇക്വേഷൻ എന്താ? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 48. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടേം കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടേം നമുക്ക് അറിയാത്തത് കൊണ്ട് അതുപോലെ എഫ് അതുപോലെ എഴുതുന്നു. n എത്രയാണ്? 7ാമത്തെ പദമാണ് 48. അപ്പൊ n 7 മൈനസ് 1 ഗുണിക്കണം ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 3 ആണ്. ഈക്വൽ ടു 48. ഇതിൽ നിന്നുമാണ് നമുക്ക് എഫ് കണ്ടുപിടിക്കേണ്ടത്. എഫ് അതുപോലെ എഴുതുന്നു. 7ൽ നിന്ന് 1 പോയാൽ 6 ഗുണിക്കണം 3 ഈക്വൽ ടു 48. എഫ് പ്ലസ് 6 ഗുണിക്കണം 3 എത്രയാ? 18 ഈക്വൽ ടു 48. എഫ് ഈക്വൽ ടു ഈ പ്ലസ് 18 ഈ സൈഡിലേക്ക് പോയാൽ 48 മൈനസ് 18 എത്ര വരും? 30. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം ആദ്യ പദം 30 ആണെന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണെന്നും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈ ഒരു ക്ലൂ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? ഇവിടെ ഇപ്പൊ കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, 10th ടേം ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആൾജിബ്രായിക് ഫോം ചോദിക്കാം. അതുപോലെ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഏതെങ്കിലും ഒരു ടേം തന്നിട്ട് അത് എത്രാമത്തെ പദമാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ ഏത് ചോദ്യം വന്നാലും ആ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ആൻസർ ചെയ്തൂടെ? അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. രണ്ടാമതായി അതിൽ ഏതെങ്കിലും ഒരു ടേം എടുത്ത് nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം കോമൺ ഡിഫറൻസ് കാണാനാണ്. കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം, എത്രയാ? 3. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? 10th ടേം അഥവാ 10ാം പദം കാണാനാണ്. 10th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? 10th ടേം ഈക്വൽ ടു 10ാം പദം അല്ലെങ്കിൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇതിൽ എഫ് എന്ന് പറയുന്നത് 30, n എന്ന് പറയുന്നത് എത്രയാ? 10 ആണ് അല്ലെ? n 10 ആണ്, കാരണം 10ാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10 മൈനസ് 1 എന്തൊരു? 9 ഗുണിക്കണം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ഈക്വൽ ടു 30 പ്ലസ് 9 ഗുണിക്കണം 3 എത്രയാണ്? 27. 30ഉം 27ഉം കൂട്ടിക്കഴിഞ്ഞാൽ 57. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 10ാമത്തെ പദം എത്രയാണ്? 57 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ ഏത് ചോദ്യങ്ങൾ സി ഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഫും ഡിയും യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസുകളാണ് നമ്മൾ എല്ലാത്തിനും പഠിച്ചിട്ടുള്ളത് അല്ലെ? ആൾജിബ്രായിക് ഫോം കാണാനാണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇതിലൊക്കെ നമുക്ക് ആവശ്യം വരുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്ലൂവിൽ നിന്ന് ആദ്യം തന്നെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണെങ്കിലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുകൾ. സോ ഇനി നമുക്ക് അടുത്ത പാഠമായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന 2 ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാം.